നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനീഷ് രോഹിണി. നിരന്തരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ജോബിനെ കുറിച്ചാണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിരിക്കുന്നത് ഓൺലൈനിലൂടെ നമുക്ക് എങ്ങനെ ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാം. അതായത് ഒരു 10,000 രൂപ മുതൽ മുടക്കിക്കൊണ്ട് യാതൊരുവിധ റിസ്ക്കും ഇല്ലാതെ നമ്മൾക്ക് വീട്ടിലിരുന്ന് നമ്മുടെ ലാപ്ടോപ്പും നമ്മുടെ ഇൻ്റർനെറ്റും നമ്മുടെ മൊബൈൽ ഫോണും നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന, അതായത് ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മികച്ച ഒരു ബിസിനസ് അവസരം നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഓൺലൈൻ ജോബിനെ കുറിച്ചും ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരുപാട് ടിപ്പുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്താണ് ബിസിനസ് ഐഡിയ എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഐഡിയ നിങ്ങളുടെ ഉള്ളിലേക്ക് കിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ ലോക രാജ്യങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് ബൂമിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് കൊമേഴ്സ്. പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ സർവീസസ് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിൽ ഒരു കസ്റ്റമറിലേക്ക് വളരെ വേഗത്തിൽ എത്തിക്കുന്ന, അല്ലെങ്കിൽ ഈ ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്ത് അദ്ദേഹത്തിന് ഡയറക്റ്റ് ആയിട്ട് എത്തിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇ കൊമേഴ്സിൽ പ്രോഡക്റ്റ് മാത്രമല്ല, പലവിധ സർവീസസുകളാണെങ്കിലും ഒക്കെ ഓൺലൈൻ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് സെല്ല് ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, സോ ഈ ഇ കൊമേഴ്സിൽ തന്നെ വിവിധ തലങ്ങളിൽ ഇ കൊമേഴ്സിൻ്റെ പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഭാഗം എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇതുവരെയും കാണാത്ത ആൾക്കാർ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ത് എന്ന് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ്. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെ സെറ്റപ്പ് നമ്മുടെ കയ്യിൽ വേണം, അത് എത്ര വേഗത്തിൽ നമുക്ക് ചെയ്യാം, എങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾക്ക് എന്തായാലും പരിശോധിക്കാം. ആദ്യമായി തന്നെ പറയട്ടെ, ഡ്രോപ്പ് ഷിപ്പിംഗ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ, അതായത് പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് നമ്മൾക്ക് പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതായത് നമ്മൾ ബിസിനസ് ഓണർ, ഞാനൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ, ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഒരു ഓണർ ആണെങ്കിൽ, നമ്മുടെ കയ്യിലൊരു ലാപ്ടോപ്പും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊരു ബാങ്ക് അക്കൗണ്ടും നമ്മൾക്ക് ആവശ്യമാണ്. നമുക്കൊരു ലാപ്ടോപ്പും ഇൻ്റർനെറ്റ് കണക്ഷനും അതുപോലെ തന്നെ നമുക്കൊരു ബാങ്ക് അക്കൗണ്ടും നമ്മൾക്ക് ആവശ്യമാണ്. അതുമാത്രമല്ല, നമ്മൾക്ക് ഒരു സ്വന്തമായിട്ടൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഡ്രോപ്പ് ഷിപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സജ്ജമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെ ആയിരിക്കണം. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഡ്രോപ്പ് ഷിപ്പിംഗ് സെറ്റപ്പ് നമ്മൾ തുടങ്ങാം. ലൈക്ക് ഇതിനൊരു ഐഡിയ, കൃത്യമായിട്ടൊരു ഐഡിയ പറഞ്ഞു തരാണ്. ചൈനയിൽ നമ്മളൊരു പർട്ടിക്കുലർ ടോയ് ആണ്. ആ ടോയ്ക്ക് ചൈനയിലുള്ള ഒരു ഷോപ്പിംഗ് കാർട്ടിലുള്ള റേറ്റ് എന്ന് പറയുന്നത് $1 എന്ന് വിചാരിക്കുക. ദെൻ അത് US നമ്മൾ $10 നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യണം. നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ ബിസിനസ് ഓണർ ഇരിക്കുന്ന ഇന്ത്യയിലാണ്, നമ്മുടെ കേരളത്തിൽ ഇവിടെയാണ്. സോ നമ്മുടെ വെബ്സൈറ്റിൻ്റെ കൺട്രോളിങ് കംപ്ലീറ്റ് US ഡോളറിലാണ് നമ്മൾ റൺ ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, US ഡോളറിൽ നമ്മുടെ ആ ചൈനയിലുള്ള ആ പ്രൊഡക്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ $10 കൊടുക്കുന്നു. അവിടെ $1 ആണ് അതിൻ്റെ റേറ്റ്, നമ്മളിവിടെ $10 കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ പർട്ടിക്കുലർ വെബ്സൈറ്റ് നമ്മൾ US നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. US നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ട് US നിന്ന് ഒരു പർട്ടിക്കുലർ കസ്റ്റമർ വന്ന് പർച്ചേസ് ചെയ്യണം. ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ $10 എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾക്ക് ലഭിക്കുന്നു. ഓക്കെ, നമ്മൾക്ക് ലഭിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് നമ്മുടെ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ പേയ്മെൻറ്റ്, അതായത് $1 നമ്മൾ ആർക്ക് കൊടുക്കണം, ഇത് മാനുഫാക്ചർക്ക് നമ്മൾ കൊടുക്കണം, അവിടെയുള്ള കമ്പനി, ചൈനയിലുള്ള കമ്പനിക്ക് കൊടുക്കണം. സോ നമ്മുടെ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡെബിറ്റ് കാർഡ്, നമ്മൾക്ക് വിസ കാർഡ്, മാസ്റ്റർ കാർഡ് വേണം, എല്ലാവരും വിസ കാർഡ് എടുക്കണം. നോർമലായിട്ടുള്ള പലരും ചോദിക്കുന്ന കാര്യമാണ്, ഈ പോസ്റ്റ് ഓഫീസിലെ ബാങ്ക് അക്കൗണ്ട് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ റൂപേ കാർഡൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ വിസ കാർഡ്, നിങ്ങൾ ഏത് ബാങ്കാണ് യൂസ് ചെയ്യുന്നത് ആ ബാങ്കിലെ വിസ കാർഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുക, വിസ കാർഡ് എടുക്കുക. ദെൻ ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ഈ ഒരു $1 പേയ്മെൻറ്റ് ചെയ്യുക ഓർഡർ റിസീവ് ചെയ്തതിന് ശേഷം. സോ ഈ $1 പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ $1 കൃത്യമായിട്ട് അതിൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു 1.5 or $2 എത്രയെങ്കിലും റേറ്റ് വന്നു എന്ന് വിചാരിക്കുക. സോ ആ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന്
ഡെബിറ്റ് ആവും. ദെൻ ബാക്കി $8 നിങ്ങളുടെ കയ്യിലുണ്ട്. $8 നിങ്ങൾക്ക് $10 വരുന്ന സമയത്ത് തന്നെ ആ $10 അതിൻ്റെ ചാർജ്, അതായത് പേയ്മെൻറ്റ് ഗേറ്റ് വേയുടെ ചാർജ് കട്ട് ചെയ്തിട്ടായിരിക്കും വരിക. 50 സെൻറ്റ് എങ്ങാനും കട്ടാവും. 50 സെൻറ്റ് കട്ടായി കഴിഞ്ഞിട്ട് ബാക്കി $1 തന്നെ നിങ്ങൾ കൂട്ടിക്കോളൂ. $1 നമ്മൾ കട്ടായി കഴിഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് $9 വന്നു. $9 നിന്ന് നമ്മൾ അവർക്ക്, അതായത് ആർക്കാണോ ഈ ചൈനയിലുള്ള പർട്ടിക്കുലർ കമ്പനിക്ക് നമ്മൾ $2 നമ്മൾ പേ ചെയ്തു. $1 ആണ്, പക്ഷേ അതിന് ചാർജൊക്കെ കൂടി $2 എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഇത്രയും എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് നമുക്ക് എത്ര ഡോളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്? അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ $1 കട്ട് ചെയ്തു, ഇവിടെ അങ്ങോട്ട് $2 കൂടി കട്ട് ചെയ്തു. സോ $3 നമ്മുടെ കയ്യിൽ നിന്ന് മൈനസ് ആയി. ബാലൻസ് $7 നമുക്ക് പ്രോഫിറ്റാണ് പെർ പ്രൊഡക്റ്റിൽ. അപ്പോൾ ഇതാണ് ഒരു $1 കിട്ടുന്ന ടോയ് $10 സെല് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ $100 സെല് ചെയ്യാം, $200 സെല് ചെയ്യാം. അവിടെ $1 പല പ്രൊഡക്ട്സ് നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. 50 സെൻറ്റിനൊക്കെ കിട്ടുന്ന പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ വളരെ അധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന, ഭയങ്കരമായിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മികച്ച ഇൻഡസ്ട്രിയാണ്. ഗുണം, നമ്മുടെ ഫോൺ എടുത്തിട്ട് ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല. പ്രോഡക്റ്റുകൾ നമ്മൾക്ക് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യകതയില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഒരു പ്രോബ്ലംസും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഫിറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് മാനസിക ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അദ്ദേഹം മാനസികപരമായിട്ട് എപ്പോഴും ഹാപ്പി ആയിരിക്കണം. എന്നാൽ മാത്രമേ നന്നായിട്ട് അതിൻ്റെ വർക്കൗട്ട് ചെയ്യാൻ പറ്റൂ. അത്തരത്തിൽ നമുക്ക് റിസ്ക് ഇല്ലാതെ നമ്മൾക്ക് വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്കാണെങ്കിലും മറ്റുള്ള പ്രൊഫഷണൽസിനാണെങ്കിലും ഇപ്പം പലർക്കും ഒരുപാട് പഠിച്ചിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വളരെ സ്യൂട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം കൂടി ഞാൻ പറയാണ്. അതായത് ഇതിനകത്തുള്ള ഈ ഒരു പർട്ടിക്കുലർ ഡ്രോപ്പ് ഷിപ്പിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂള് ആവശ്യമാണ്. അപ്പോൾ ടൂൾസ് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കസ്റ്റം സോഫ്റ്റ്വെയർ മേഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോർമൽ നമ്മുടെ ഇ-കോമേഴ്സിൽ തന്നെ നമുക്ക് ഇതിൻ്റെ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ട് അവിടുന്ന് പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഓർഡർ വരുന്ന സമയത്ത് അവിടുത്തെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് നമുക്ക് ആ കസ്റ്റമർക്ക് ഡയറക്റ്റ് യൂസിലേക്ക് ഷിപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കംപ്ലീറ്റ് ഓട്ടോമേഷനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ വളരെയധികം നമുക്ക് ഗുണം ചെയ്യും. അപ്പോൾ അതിനായിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു റെൻറ്റഡ് ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ലെങ്കിൽ റെൻറ്റഡ് ഇ-കോമേഴ്സ് ടൂൾ എന്ന് പറയുന്നത് ഷോപ്പിഫൈ. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ടാവും ഷോപ്പിഫൈ എന്ന പേര്. ഓക്കെ, നമ്മൾക്ക് ഷോപ്പിഫൈയുടെ ഡീറ്റെയിൽസ്, ഈ സോഫ്റ്റ്വെയറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുനോക്കാം. നിങ്ങൾ ഈ കാണുന്നതാണ് shopify.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഷോപ്പിഫൈ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇ-കോമേഴ്സ് തേർഡ് പാർട്ടി ഇ-കോമേഴ്സ് ടൂളാണ്. ഇവിടെ ഈ ഷോപ്പിഫൈക്കകത്ത് നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോപ്പിഫൈ മന്ത്ലിയാണ് ഈ ഷോപ്പിഫൈയുടെ റേറ്റ് എന്ന് പറയുന്നത്. ഷോപ്പിഫൈ ഒരു സോഫ്റ്റ്വെയർ ആണ്, സോഫ്റ്റ്വെയർ മാത്രമാണ്, ഇ-കോമേഴ്സിൻ്റെ ഒരു സോഫ്റ്റ്വെയർ മാത്രമാണ്. ഒരിക്കലും ഇതൊരു വെബ്സൈറ്റ് ആയിട്ട് നമ്മൾക്ക് ലഭിക്കില്ല. ഇതൊരു ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ മാത്രമാണ്. ഈ സോഫ്റ്റ്വെയറിൻ്റെ ഫ്രണ്ട് എൻഡിൽ നമ്മൾ നല്ല ഡിസൈൻ കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമായിട്ട് നല്ലൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോർ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, പർട്ടിക്കുലർ പ്രോഡക്റ്റ് സെല് ചെയ്യാം. സോ ഷോപ്പിഫൈ എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പ്രൈസിങ്, ഡ്രോപ്പ് ഷിപ്പിംഗ് ഏറ്റവും വളരെ സിമ്പിളായിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഷോപ്പിഫൈയുടെ സ്റ്റോറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മന്ത്ലി റേറ്റ് $29 ആണ്. അതുപോലെ തന്നെ ഷോപ്പിഫൈയുടെ അഡ്വാൻസ് വേറൊരു പാക്കേജ് ഉണ്ട്, അത് $79. ദെൻ അത് കഴിഞ്ഞ് അഡ്വാൻസ് പാക്കേജിൽ $299 ആണ് റേറ്റ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ ഓൺലൈൻ സ്റ്റോർ ഉണ്ടാവും, ഒരു സ്റ്റോർ ഉണ്ടാവും, നിങ്ങളത് കസ്റ്റമൈസ് ചെയ്യണം. പിന്നെ അൺലിമിറ്റഡ് പ്രോഡക്റ്റ് ആഡ് ചെയ്യാം, അൺലിമിറ്റഡ് സ്റ്റാഫ് അക്കൗണ്ട്, 24/7 സപ്പോർട്ട്, സെയിൽസ് ചാനൽസ്, അതുപോലെ തന്നെ മാനുവൽ ഓർഡർ ക്രിയേഷൻ, ഡിസ്കൗണ്ട് കോഡ്സ്, ഫ്രീ SSL സർട്ടിഫിക്കറ്റ് ആൻഡ് അതല്ലേ അബാൻഡൻ കാർഡ് റിക്കവറി, അതുപോലെ തന്നെ ഗിഫ്റ്റ് കാർഡ്സ്, പ്രൊഫഷണൽ റിപ്പോർട്ട്സ്, അഡ്വാൻസ്ഡ് റിപ്പോർട്ട് ബിൽഡർ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അത് പേയ്മെൻറ്റ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ചേഞ്ചസ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ റേറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ $29 എന്ന് പറഞ്ഞത് വളരെ നല്ല ഒരു പാക്കേജാണ്. ഇതിനകത്ത് എത്ര പ്രോഡക്ട്സ് വേണമെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് പ്രോഡക്ട്സ് വേണമെങ്കിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. എന്തായാലും ഷോപ്പിഫൈ എന്ന് പറയുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടൂൾ മാത്രമാണ്, ജസ്റ്റ് ഒരു ടൂൾ മാത്രമാണ്. ഓക്കെ, ദെൻ എന്താണ് നമ്മൾക്ക് ഈ 10,000 rupees എന്താണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾക്ക് 10,000 rupees എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഷോപ്പിഫൈയുടെ നമ്മൾ ഇനീഷ്യലി ഷോപ്പിഫൈ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ $29 നമ്മൾ പേ ചെയ്യണം. $29 പേ ചെയ്തിട്ട് നമ്മൾ ആദ്യം ഷോപ്പിഫൈ അക്കൗണ്ട് എടുത്തിട്ട് USD to INR
ഷോപ്പിഫൈ അക്കൗണ്ട് നമ്മൾ എടുത്തിട്ട്, അതായത് 2000 രൂപ പേ ചെയ്തിട്ട് നമ്മൾ ഷോപ്പിഫൈ അക്കൗണ്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻ്റഗ്രേഷൻ, പ്രൊഡക്ട്സ്, ലോഗോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് പ്രൊഫഷണലായിട്ട് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സെല്ല് ചെയ്ത് തുടങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് വലിയ നോളജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനീഷ്യലി നമ്മൾ 2000 റുപ്പീസ് നമ്മൾ ഷോപ്പിഫൈക്ക് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ആ 2000 റുപ്പീസ് പേ ചെയ്ത് മന്ത്ലിയാണ് റേറ്റ്, ആ റേറ്റ് പേ ചെയ്താൽ മാത്രമേ ഈ കാര്യം നടക്കുകയുള്ളൂ. സോ നമ്മുടെ 10,000 റുപ്പീസിൻ്റെ നമ്മുടെ പാക്കേജിൽ നമുക്ക് വരുന്നത് അപ് ടു 50 സെയിൽസ് വരെ നിങ്ങൾ യാതൊരുവിധ എമൗണ്ടും പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ രണ്ടാമത്തെ കാര്യം, ഇത് നമ്മളുടെ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പാക്കേജാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഷോപ്പിഫൈ മാത്രം സോഫ്റ്റ്വെയർ മാത്രമല്ല, ഇതിന് ഡിസൈൻസ് വേണം. ഒരുപാട് ഷോപ്പിഫൈയുടെ തീംസ് എന്ന് പറയും, ഡിസൈൻസ് വേണം. അപ്പോൾ അത്തരത്തിലുള്ള ഡിസൈൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്റ്റോർ നല്ല കാണാൻ ഭംഗിയും ഏറ്റവും കൂടുതൽ കൺവേർഷൻ നടക്കുകയും ചെയ്യുള്ളൂ പ്രോഡക്റ്റിൻ്റെ. അപ്പോൾ നമ്മൾക്ക് അതിന് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള തീമിൻ്റെ പേരാണ് ബൂസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ബൂസ്റ്റർ തീമിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ബൂസ്റ്റർ ഏകദേശം കംപ്ലീറ്റ്ലി, അതായത് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ബൂസ്റ്റർ തീമിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് $179 ആണ്. ഇപ്പോൾ ഇവിടെ 2000 രൂപ ഓൾറെഡി ആയി. അതുകൂടാതെ $179 കൂടി നിങ്ങൾ പേ ചെയ്യേണ്ടി വരും ഇനീഷ്യലി. 12,000 രൂപ, 12,700 രൂപ പ്ലസ് നേരത്തെ 2000, 14,700 രൂപ നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഷോപ്പിഫൈ അക്കൗണ്ട് പ്ലസ് ഡിസൈൻ മാത്രം കിട്ടുള്ളൂ. നിങ്ങളത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ലോഗോ ഉണ്ടാക്കണം, നിങ്ങളതിൻ്റെ സെയിൽസ് ചാനൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കതിൽ സെല്ല് ചെയ്ത് തുടങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ നമ്മുടെ രണ്ടാമത്തെ ഈ പാക്കേജിനകത്ത് വരുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബൂസ്റ്റർ തീം ഡിസൈൻ നിങ്ങൾക്ക് ലഭിക്കും. ബൂസ്റ്റർ ഡിസൈനിൽ നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ നമ്മൾ സെറ്റ് ചെയ്ത് തരും. ദെൻ മൂന്നാമത്തെ കാര്യം ഡൊമൈൻ നെയിം. ഒരു ഡൊമൈൻ നെയിം .com പോലെയുള്ള .in പോലെയുള്ള ഒരു ഡൊമൈൻ നെയിം വേണം. അത് നമ്മുടെ ടോപ്പിക്സിനനുസരിച്ചിട്ട്. നാലാമത്തെ കാര്യം ട്രെയിനിങ്. പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്സിൽ നമ്മൾക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. സോ എന്തിനാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രോഡക്റ്റ് നമ്മൾക്ക് സ്യൂട്ടബിൾ, എന്ത് പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യണം, നമ്മുടെ കോമ്പറ്റീറ്റർ ആരാണ്, ആ കോമ്പറ്റീറ്ററിനെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എവിടെ മാർക്കറ്റ് ചെയ്യണം, എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ മെത്തഡോളജി എങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, നന്നായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ നിങ്ങളൊരു സ്റ്റോർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്താൽ എത്ര കൂടുതൽ പ്രോഫിറ്റ് കിട്ടാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയയും, അതോടൊപ്പം തന്നെ ആ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ കോമ്പറ്റീറ്റർ ആരാണ്, നിങ്ങൾക്ക് ഏത് കോമ്പറ്റീറ്ററിനോട് മത്സരിച്ചാലാണ് കൂടുതലായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള, അതെങ്ങനെയാണ് കോമ്പറ്റീറ്ററിനെ കണ്ടെത്തുക, എങ്ങനെയാണ് നമ്മൾ ആ കോമ്പറ്റീറ്ററിനെ കണ്ടെത്തിയിട്ട് നമ്മൾ ആ കോമ്പറ്റീറ്ററിന് ബദലായിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രം നമ്മൾ ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള ആ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ നമ്മുടെ സ്റ്റോറിലുള്ള പ്രൊഡക്റ്റുകൾ വളരെ വേഗത്തിൽ നമുക്ക് യൂസുള്ള കസ്റ്റമറിനെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. നിങ്ങൾക്കിവിടെ 50 സെയിൽസ് വരെ ഫ്രീ ആണ്. നിങ്ങൾക്ക് ഓരോ മാസം നിങ്ങളുടെ സെയിൽ ഷോപ്പിഫൈക്ക് ചാർജ് ഇനീഷ്യലി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എപ്പോഴാണോ 50 സെയിൽ കംപ്ലീറ്റ് ആവുന്നത് അന്ന് നിങ്ങൾ പേ ചെയ്താൽ മതിയാവും. ഓക്കെ, അന്ന് മുതൽ നിങ്ങൾ $29 എല്ലാ മാസവും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുവരെ നിങ്ങൾക്ക് ഷോപ്പിഫൈക്ക് യാതൊരുവിധ എമൗണ്ട് കൊടുക്കേണ്ട, അതായത് പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് എന്ന രീതിയിൽ. പിന്നെ മന്ത്ലി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ബൂസ്റ്ററിൻ്റെ ഡിസൈനാണ്. ബൂസ്റ്റർ എന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ഏറ്റവും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയായിരിക്കും നിങ്ങളുടെ സ്റ്റോറിനെ ഡെവലപ്പ് ചെയ്ത് തരിക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഒരു ഡൊമൈൻ നെയിം, നിങ്ങൾക്ക് $899 നിങ്ങൾക്കൊരു ഡൊമൈൻ നെയിം ലഭിക്കും. അതുകൂടാതെ നാലാമത്തെ കാര്യം, നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കും. ഇനി ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗം ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്സിലൂടെ മികച്ച പ്രോഫിറ്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എൻ്റെ ഫോൺ നമ്പർ 9388939394. അതുമാത്രമല്ല, ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ വിനീഷ് രോണി സൈനിങ് ഓഫ്. ബൈ.